ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം എടുത്ത ടോപ്പിക്കിന്റെ ബാക്കിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതില് ചെയ്ത എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ വ്യത്യസ്തമായ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് A is equal to matrix 1 4 9 3 7 6 and B is equal to matrix 3 8 6 4 13 1. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് AB and BA. എബിയും ബി എയും കാണണം, അതായത് എ ഇൻറ്റു ബിയും കാണണം, ബി ഇൻറ്റു എയും കാണണം. ഈസ് എ ബി ഈസ് ഈക്വൽ ടു ബി എ? ക്വസ്റ്റ്യൻ മാർക്കാണ്. എ ബി ഈസ് ഈക്വൽ ടു ബി എ ആണ്, അതായത് എ ബി ആൻഡ് ബി എ രണ്ടും കണ്ടതിന് ശേഷം രണ്ടും ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എ ബിയും കാണണം, ബി എയും കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അത് ഈക്വൽ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് നിങ്ങൾക്കറിയാം. എ ബി രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്? എ മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും ബി മെട്രിക്സിന്റെ റോയുടെ എണ്ണവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെ? എയും ബിയും കോളത്തിന്റെ എണ്ണം 1 2, ഇവിടെ റോയുടെ എണ്ണം 1 2 സെയിം ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ചെയ്യാം. എ ബി നമുക്കറിയാം എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എന്നറിയാം. ഫസ്റ്റ് ഒന്നാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോ, അതുകൊണ്ട് രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തെയും സെക്കൻഡ് കോളത്തെയും തേർഡ് കോളത്തെയും ഒക്കെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെ? ആ രീതിയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 into 3 4 into 4. ഓക്കെ, അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 into 8 4 into 13 പ്ലസ് അതേപോലെ 1 into 6 4 into 1. അടുത്തത് 7 into 6 പ്ലസ് 6 into 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടും. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താല് എന്ത് കിട്ടും നോക്കാം. അപ്പൊ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക മെട്രിക്സ് എ ബി. എ ബി നമുക്ക് കിട്ടുക മെട്രിക്സ് 19 60 10 39 111 57 45 134 48. ഇങ്ങനെ ഒരു മെട്രിക്സ്. ഇനി അടുത്ത് നമുക്ക് ബി എ കാണണം. ബി ഇൻറ്റു എ, ബി ഇൻറ്റു എ ആണ് നെക്സ്റ്റ് കാണുന്നത്. അപ്പൊ നമ്മള് ബി എ എഴുതും. ബി എ എഴുതി കഴിഞ്ഞാൽ ബി 3 8 6 4 13 1. ഓക്കെ, ബി എ നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ആദ്യം ബി എഴുതി, രണ്ടാമത് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി. ഇതിൽ നോക്കേണ്ടത് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയുടെ എണ്ണം സെയിം ആണ്. ഇതിന് 3 കോളം ഉണ്ട്, ഇതിന് 3 റോ ഉണ്ട്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അങ്ങനെ വരുന്നത്. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പൊ ആദ്യം ഫസ്റ്റ് റോ എടുക്കുക. 3 into 1 plus
8 into 9 plus 6 into 7. അടുത്ത് ഫസ്റ്റ് റോ സെക്കൻഡ് റോ 3 into 4 3 into 4 8 into 3 പിന്നെ 6 into 6 അടുത്തത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കഴിഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പൊ സെക്കൻഡ് റോ എഴുതും. അപ്പൊ 4 into 1 4 into 1 13 into 9 13 into 9 1 into 7 അടുത്തത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം 4 into 4 13 into 3 1 into 6 ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്തു ആൻസർ നമുക്ക് കിട്ടും മാട്രിക്സ്, അതായത് ബി എ എന്ന് പറയുന്ന മാട്രിക്സ് 117 72 128 60 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോ എ ബിയും നമ്മൾ കണ്ടു കഴിഞ്ഞു, ബി എയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തു. രണ്ടാമത്തെ പാർട്ട് ഈസ് എ ബി ഈസ് ഇക്വൽ ടു ബി എ എന്നാണ്. എ ബി ഈസ് ഇക്വൽ ടു ബി എ, എ ബി ബി എക്ക് തുല്യമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എ ബി ബി എക്ക് തുല്യമാവണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. റോയുടെയും കോളത്തിന്റെയും എണ്ണം രണ്ടിന് സെയിം ആയിരിക്കും, സെയിം ഓർഡർ ആയിരിക്കും രണ്ട് മാട്രിക്സ്. അപ്പൊ അത് തന്നെ നോക്കുകയാണെങ്കിൽ എ ബിയും ബി എയും എന്നല്ല സെയിം അല്ല. പിന്നെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ശരിയല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബിയും ബി എയും എന്തല്ല ഈക്വൽ അല്ല എന്ന് പറയാൻ കഴിയും. കാരണം എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/3 ആണ്, 3 റോയും 3 കോളവും. എന്നാൽ ബി എയുടേത് 2/2 ആണ്, 2 റോയും 2 കോളവുമാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന് പറയാൻ പറ്റും. എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന് പറയും. അപ്പോ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. എ ബി അതായത് മൾട്ടിപ്ലിക്കേഷനോടൊപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ ചോദിക്കും, അതും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് 4 -9 7 2. രണ്ടാമത് തന്നിട്ട് മാട്രിക്സ് ഐ ഈസ് ഈക്വൽ ടു മാട്രിക്സ് 1 0 0 1. അപ്പൊ ഐ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡന്റിറ്റി മാട്രിക്സ്. നമുക്ക് ഷോ ദാറ്റ് കണ്ടുപിടിക്കണം. എന്താണ് കാണേണ്ടത്? എ ഐ ഈസ് ഈക്വൽ ടു ഐ എ ഈസ് ഈക്വൽ ടു എ എന്ന് കാണണം. അതായത് എ എന്ന് പറയുന്ന മാട്രിക്സിനെ ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും പിന്നെ ഐ എന്ന് പറയുന്ന മാട്രിക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അത് രണ്ടും ഈക്വൽ ആണെന്ന് കാണണം. അതോടൊപ്പം ആ രണ്ടും കിട്ടുന്ന ആൻസർ എക്ക് ഈക്വൽ ആയിരിക്കണം എന്നും കൂടി കണ്ടെത്തണം. ഇത് നമ്മള് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രൂഫും കൂടിയാണ് ഈ എക്സാമ്പിൾ. അപ്പൊ ഓക്കെ, എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? എ ഐ കാണണം. ഇത് കാണണം. എ ഐ ഈസ് ഈക്വൽ ടു 4 -9 7 2 into 1 0 0 1. ചെയ്താൽ കിട്ടുക ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അറിയാലോ. 4 into 1 4. അല്ല, ഞാൻ നേരിട്ട് കുറിച്ചെഴുതാണ്. 4 into 1 4. ഓക്കെ, നമുക്കിവിടെ 4 into 1 4 എന്ന് കിട്ടി. -9 into 0 എന്നുള്ളത് 0 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. 4 into 0 അത് 0 തന്നെ.
-9 into 1 plus -9. Okay, അടുത്തത് second row first row 7 into 1 7 plus 2 into 0 0. അടുത്തത് second row second column 7 into 0 0 into 2 into 1 2 into 2. That is equal to 4 plus 0 4 0 plus minus 9 എന്ന് പറഞ്ഞാൽ minus 9 തന്നെ 7 plus 0 എന്ന് പറഞ്ഞാൽ 7 തന്നെ 0 plus 2 എന്ന് പറഞ്ഞാൽ 2. AI നമുക്ക് മാട്രിക്സ് 4 minus 9 7 2 എന്ന് കിട്ടി. ഇനി അതേപോലെ IA കാണാം. IA അപ്പൊ I ആദ്യം എഴുതാം 1 0 0 1 into എഴുതാം 4 minus 9 7 2. നമുക്ക് അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 into 4 4 0 into 7 plus 0. അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 into minus 9 0 into 2 plus 0. അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 0 into 4 0 1 into 7 7. അടുത്തത് ഫസ്റ്റ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം 0 into minus 9 0 1 into 2 2. Four plus 0 4 minus 9 plus 0 minus 9 0 plus 7 7 0 plus 2 2. ഓക്കെ, അപ്പൊ നമുക്ക് IA എന്ന് കിട്ടി. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് AI എന്താണ് കിട്ടിയത് 4 minus 9 7 2. അതേപോലെ തന്നെ IA എന്താ കിട്ടിയത് IA എന്ന് കിട്ടി 4 minus 9 7 2. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ് ചോദിച്ച ചോദ്യം? Show that AI is equal to IA. അത് രണ്ടും ഈക്വൽ ആണ്. അത് തന്നെയാണല്ലോ A യും. നോക്കൂ 4 minus 9 7 2. അപ്പൊ നമുക്ക് എന്ത് പറയാം? So that AI is equal to IA is equal to A എന്ന് എഴുതാൻ പറ്റും. മൂന്നും ഈക്വൽ ആണ് അല്ലേ? ഇനി അടുത്ത ഒരു എക്സാമ്പിൾ, ഇത് നമ്മൾ പ്രോപ്പർട്ടീസിൽ പറഞ്ഞ ഒരു ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അസോസിയേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ ലോയുടെ പ്രൂഫും കൂടിയാണ് ഈ എക്സാമ്പിൾ. ശ്രദ്ധിക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: A is equal to matrix 1 3 5, B is equal to matrix 2 minus 3 1 5 4 9, C is equal to matrix 6 2 1 3. ഇങ്ങനെ മൂന്ന് മാട്രിക്സുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് വെരിഫൈ ദാറ്റ് AB into C is equal to A into BC. അതാണ് AB into C is equal to A into BC. ഇത് ഈക്വൽ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ചെയ്യാം? നമുക്ക് A B C എന്ന് പറയുന്ന മൂന്ന് മാട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം AB കാണാം, എന്നിട്ട് AB കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻറ്റു C കാണാം അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? BC കാണണം. BC യെ പിന്നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണാം? AB കാണാം. AB നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് മെട്രിക്സിൽ എത്ര കോളുണ്ട്? 1 2 3 കോളുണ്ട്. സെക്കൻഡ് മെട്രിക്സ് എത്ര കോളുണ്ട്? 1 2 3. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഓക്കെ, 1 into 2 2 plus 3 into 1 3 മൾട്ടിപ്ലൈ അതേപോലെ തന്നെ എഴുതുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 into 1 3 plus 5 into 4 20. Okay, that is first row second row. 1 into minus 3 into 3 into 5
പ്ലസ് 15 എന്ന് കിട്ടും. 5 into 9 പ്ലസ് 45 എന്ന് കിട്ടും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. 20 സെക്കൻഡ് റോ ഇല്ല. ആൻസർ എന്താണ്? എ ബിയുടെ ആൻസർ എന്താണ്? അപ്പോ എ ബി നമുക്ക് 25 57 എന്ന് കിട്ടും. ഓക്കെ, ഇനി എ ബി ഇൻറ്റു സി ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് എ ബി ഇൻറ്റു സി എന്നാണ്. എ ബി ഇവിടെ അറിയാൻ എത്രയാണ്? 25 57. സി എന്താണ് നമുക്കറിയാം ഇവിടെ, അത് എടുത്ത് എഴുതാണ്. 6 2 1 3. എന്താ കിട്ടുക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എ ബി ഇൻറ്റു സി എന്നത് കിട്ടും 207 221 അല്ലെ? 207 221 കിട്ടും. ഓക്കെ, അപ്പൊ എ ബി ഇൻറ്റു സി അത് കിട്ടി നമുക്ക്. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് എ ഇൻറ്റു ബി സി ആണ്. അടുത്ത ഏതാണ് കാണുന്നത്? എ ഇൻറ്റു ബി സി ആണ് കാണുന്നത്. അപ്പൊ എ ഇൻറ്റു ബി സി കാണണമെങ്കിൽ ആദ്യം ബി സി കാണും. ബി സി നമ്മൾ എടുത്ത് എഴുതും. ബി 2 minus 3 1 5 4 9 C 6 2 1 3. അല്ലോ, ഒന്നാമത്തെ റോയില് രണ്ട് കോളം, ഒന്നാമത്തെ മാട്രിക്സില് രണ്ട് കോളം, സെക്കൻഡ് മാട്രിക്സില് രണ്ട് റോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. ആ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കിട്ടും ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് റോ അല്ലെ? 2 into നമുക്ക് കിട്ടി ബി സി ഇങ്ങനെ കിട്ടും. നമുക്ക് കാണേണ്ടത് എ ഇൻറ്റു ബി സി ആണ്. അപ്പൊ എ ഇൻറ്റു ബി സി എന്ന് എടുത്ത് നോക്കും. എ ഇൻറ്റു ബി സി ആണ് കാണുന്നത്. നമുക്കറിയാം അവിടെ 1 3 5 ആണ്. ബി സി എന്താണെന്നുള്ളത്? ബി സി 9 minus 5 11 17 33 35. നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് മാട്രിക്സും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് മാട്രിക്സിൽ 1 2 3 കോളുണ്ട്, സെക്കൻഡ് മാട്രിക്സിൽ 1 2 3 റോയുണ്ട്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാല് 207 221 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കാം. ഇത് തന്നെയല്ലേ ഇതും അല്ലെ? സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് തന്നെയാണ് ഇത്, ഇത് തന്നെയാണ് ഇത്. അപ്പൊ നമുക്ക് പറയാം എ ബി ഇൻറ്റു സി എന്നും എ ഇൻറ്റു ബി സി എന്നും അല്ലെ? രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? So that AB into C is equal to A into BC. വെരിഫൈഡ് ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ? രണ്ട് വെരിഫൈ ചെയ്തില്ലാണല്ലോ, ഈക്വൽ ആണെന്ന് നമുക്ക് കണ്ടെത്തിയില്ലേ? അപ്പൊ അസോസിയേറ്റീവ് ലോ അതിന്റെ ഒരു പ്രൂഫും കൂടെയാണ് എക്സാമ്പിൾ. അപ്പൊ അസോസിയേറ്റീവ് ലോ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രോബ്ലം ആണ്.